ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വൈദികനാകുന്ന അവസരത്തിൽ, അതുപോലെ സമർപ്പിത ജീവിതത്തിൻ്റെ ആദ്യവ്രത വാഗ്ദാനം നടത്തുന്ന അവസരത്തിലും അർത്ഥികൾ എപ്പോഴും അവർക്കിണങ്ങിയ ഒരു തിരുവചനം അന്വേഷിച്ച് നടക്കാറുണ്ട്. ആപ്തവാക്യം പോലെ ഒരു വചനം അവരുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നൊരു വചനം ഇങ്ങനെ അന്വേഷിക്കുകയും അതവരുടെ ആ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ മെമ്മറി കാർഡിൽ അച്ചടിച്ച് കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ, ഒരു സന്യാസിനിയുടെ ആ വ്രതവാഗ്ദാനത്തിൻ്റെ അല്ലെങ്കിൽ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ മെമ്മറി കാർഡ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു തിരുവചനം ഏതെങ്കിലും ഒന്ന് എഴുതിയിരിക്കുന്നത് കാണുവാനാവും. ഞാൻ ഏതാണ്ട് തിയോളജി 2ാമത്തെ വർഷം പഠിക്കുമ്പോഴാണ് ഏത് വചനം ഇങ്ങനെ പൗരോഹിത്യത്തിൻ്റെ ഒരു ആപ്തവാക്യമായി എടുക്കണം എന്ന് കരുതി ആലോചന തുടങ്ങിയത്. കുറേ നാൾ അതുമായി ഇങ്ങനെ ആലോചനയിൽ ഞാൻ നടന്നിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ചിന്തിച്ച ആദ്യ നാളുകളിൽ തന്നെ ഒരു വചനം എൻ്റെ മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാനത് ഒത്തിരി തവണ ബൈബിളിൽ വായിച്ചിട്ടുള്ളതല്ല, നേരിട്ട് വായിച്ചിട്ടുള്ളതല്ല, എങ്കിലും കേട്ടിട്ടുള്ളതാണ്. ആ വചനമാണ് എന്നെ ഇങ്ങനെ മനസ്സിൽ ആദ്യം തന്നെ ഇങ്ങനെ എന്നെ ഒന്ന് സ്പർശിച്ചത്. പക്ഷെ അത് എടുക്കാമോ, കൊള്ളാമോ എന്നുള്ള ആകുലതകളും സംശയങ്ങളും ഉള്ളിലിങ്ങനെ വല്ലാതെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും മറ്റൊരു വചനം തേടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, പൗരോഹിത്യം സ്വീകരിക്കുന്ന അന്ന് വരെയും ഒരു വചനം തേടിയുള്ള യാത്രയിൽ ഞാൻ എന്നോട് തന്നെ ഇതെങ്ങനെ ഉൾക്കൊള്ളും, അല്ല എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നത് ചോദിച്ച അതേ വചനം മാത്രമാണ് എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ നാളുകളിൽ ഹൃദയത്തോട് ഞാൻ ആപ്തവാക്യമായി സ്വീകരിച്ചതും ഞാനത് എന്നും ജീവിതത്തോട് ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നതും. വചനം ഇത്രമേ ഉള്ളൂ: പ്രയോജനരഹിതനായ ദാസനാണ് നിങ്ങൾ, കടമ നിർവഹിച്ചതേയുള്ളൂ. ഈ വചനം ആദ്യം എൻ്റെ മനസ്സിൽ വന്ന നിമിഷം മുതൽ ഞാൻ വളരെ ആശങ്കപ്പെട്ടിരുന്നു. ഒറ്റ നോട്ടത്തിൽ വളരെ നെഗറ്റീവായ ഒരു വചനമാണത്. അത്ര നെഗറ്റീവായ ഒരു തിരുവചനത്തെ പൗരോഹിത്യത്തിൻ്റെ ആപ്തവാക്യമായി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? പക്ഷേ മറ്റൊരു വചനം ഇങ്ങനെ പല ആവർത്തി ഒന്ന് കണ്ടെത്തുവാനായി നോക്കിയെങ്കിലും രണ്ടാമത് എന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്പർശിച്ചതും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതുമായ വചനവും ഏതാണ്ട് ഇതേ ടോണിൽ തന്നെ പോകുന്നതായിരുന്നു. അത് മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും ഒന്നിനെയും പേടിക്കേണ്ട, അവൻ്റെ ചെങ്കോലും ദണ്ടും നിന്നെ ആശ്വസിപ്പിക്കും. ഈ 2 വചനങ്ങൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നും ഞാൻ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏതൊരു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ പല ആവർത്തി കൊണ്ടുവന്ന് എന്നോട് തന്നെ ഞാൻ സംസാരിക്കുന്നതുമായ വചനങ്ങളുമാണ്. പൗരോഹിത്യത്തിൻ്റെ ആപ്തവാക്യമായി അതുകൊണ്ട് ആദ്യം മുതൽ ഇന്ന് വരെയും ഞാൻ കൊണ്ടു നടക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത്, നിങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. ഇതാണ് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് ഉണ്ടാവണമെന്ന് ഈശോ ശിഷ്യരോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, എന്നും പൗരോഹിത്യ ജീവിതത്തിൽ ഓരോ ഇടങ്ങളിൽ നിന്നും ഓരോ ശുശ്രൂഷകളിൽ നിന്നും തമ്പുരാൻ മറ്റൊന്നിലേക്ക് നയിക്കുമ്പോൾ പറയുവാനുള്ളതും ദൈവത്തിന് നന്ദി പറയുവാനുള്ളതും തമ്പുരാനെ ഉപകരണമായി അവിടുന്ന് ഉപയോഗിച്ചു. നന്മയായി അവിടുന്ന് നിലനിൽക്കുവാൻ സഹായിച്ചു. സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കരുണയുടെയും ജീവിതം മറ്റുള്ളവർക്ക് അവരോടൊപ്പം ചേർന്ന് പങ്കുവയ്ക്കുവാൻ അവിടുന്ന് അനുവദിച്ചു. എല്ലാത്തിനും നന്ദി എന്ന് മാത്രമാണ്. അതുകൊണ്ട് അതേ വികാരത്തോടു കൂടി എന്നും നമ്മൾ യാത്ര ചെയ്യേണ്ടവരും കടന്നു പോകേണ്ടവരുമെന്ന ബോധ്യത്തോടു കൂടി തന്നെ, സന്തോഷത്തോടു കൂടി തന്നെ ഓരോരുത്തരെയും കാണുകയും ദൈവം ഈ ഇടവകയിൽ നൽകിയ ഈ നാളുകളെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന് അച്ഛനെ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുവാനുള്ളത്, 4 സുവിശേഷങ്ങൾ നമുക്കുണ്ട്.
ഇതിൽ ഏത് സുവിശേഷത്തിലെ ക്രിസ്തുവിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? 4 സുവിശേഷത്തിലെ ക്രിസ്തുവും ഒരാളല്ല. 4 സുവിശേഷത്തിലെ ക്രിസ്തുവിനും വളരെ കാതലായ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. വായിച്ചിട്ടില്ലെങ്കിൽ ഓരോ സുവിശേഷങ്ങളും ഒന്ന് വേർതിരിച്ച് വായിച്ച് ആ സുവിശേഷത്തിലെ ക്രിസ്തു ആര്, ക്രിസ്തു എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ ഒന്ന് പരിശ്രമം നടത്തണം. ഞാൻ ചുരുക്കി എനിക്കിഷ്ടമുള്ള ക്രിസ്തുവിനെ മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ എന്നും എൻ്റെ ജീവിതത്തിനൊപ്പം കൊണ്ടു നടക്കുന്ന ക്രിസ്തു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിനെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിന് മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും കാതലായ വ്യത്യാസമുണ്ട്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തു അദ്ദേഹമാണ് ആ ജീവിതത്തിൻ്റെ പ്ലോട്ട് നിശ്ചയിക്കുന്നത്. പ്ലോട്ട് നിശ്ചയിക്കുന്നത് എപ്പോഴും ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് സംഭവങ്ങൾ വന്നു ചേരുകയല്ല, ക്രിസ്തു സംഭവങ്ങളായി മാറുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് അവതരിപ്പിക്കുന്നത്. നമുക്കതിലെ ഏറ്റവും സുന്ദരമായ ഒത്തിരി മുഹൂർത്തങ്ങൾ ആ സുവിശേഷത്തിൽ കണ്ടെത്തുവാനാകുമെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സുന്ദരമായ നിമിഷങ്ങൾ അത് പീഡാനുഭവത്തിൻ്റെതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായം മുതലുള്ള പീഡാനുഭവ ചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നന്നായി നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ വേദനകളല്ല ക്രിസ്തുവിനെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും, പടയാളികളല്ല ക്രിസ്തുവിനെ പിടിച്ചു കെട്ടുവാൻ വരുന്നതും ജയിക്കുന്നതും, അവിടെ അവൻ്റെ കരങ്ങളിലടിക്കുന്ന കാലുകളിൽ തറക്കുന്ന ആണികളല്ല അവൻ്റെ ജീവിതത്തെ ലോകത്തിൽ അവസാനിപ്പിക്കുന്നത്. മറിച്ച് മറ്റൊരു കാര്യം അവിടെയുണ്ട്. ഓരോന്നും ക്രിസ്തു അനുവദിക്കുമ്പോൾ മാത്രം ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതാണ്. ഓരോന്നും ക്രിസ്തു അനുവദിക്കുമ്പോൾ മാത്രം ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതാണ്. ആ 13-ാം അധ്യായം തുടങ്ങി സുദീർഘമായ പ്രാർത്ഥനയുണ്ട്. നമ്മളതിനെ യേശുവിൻ്റെ ദീർഘമായ പ്രാർത്ഥനയെന്ന്, ഒരു പൗരോഹിത്യ പ്രാർത്ഥനയെന്ന് വിളിക്കുന്ന ഭാഗങ്ങളാണത്. അത് പിതാവായ ദൈവത്തോട്, പരിശുദ്ധാത്മാവായ ദൈവത്തോട് തൻ്റെ സഭയെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ശിഷ്യ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. ഓരോ തവണയും അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളിൽ ഒന്നായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. അങ്ങ് എന്നിൽ വസിക്കുന്നത് പോലെ അങ്ങ് ഇവരിൽ എന്നും വസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. അങ്ങനെ ഏഗോ ഏമി എന്ന് അതിന് ലത്തീൻ ഭാഷയിൽ പറയും. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ക്രിസ്തു തൻ്റെ റോള് വളരെ സുവ്യക്തമായി അവിടെ അവതരിപ്പിക്കും. പീഡാനുഭവത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി അത് മനോഹരമാണ്. പടയാളികൾ അവനെ പിടിക്കുവാൻ വരും. യേശു അവരെ നോക്കും. അവൻ പുറകോട്ട് മലനടിച്ച് വീഴും. പുറകോട്ടവർ മലനടിച്ച് വീഴും. പിന്നീട് അവൻ അവരെ അനുവദിക്കും. അപ്പോൾ അവനെ ബന്ധിക്കും. അവൻ ശാന്തനായി ഈ പീഡാനുഭവത്തിൻ്റെ മണിക്കൂറുകളിലൂടെ മുഴുവനും കടന്നു പോകും. ഒടുവിൽ കുരിശിൽ അവൻ ഒരു ആക്രോശവുമില്ല, ഒരു കണ്ണീരുമില്ല, വിനാഗിരിക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. അവസാനം അവൻ പറയും, എല്ലാം പൂർത്തിയായി. കുരിശിൽ യേശുവിൻ്റെ മൊഴി എല്ലാം പൂർത്തിയായി. എന്നിട്ട് പതിയെ ശിരസ് ചായ്ച്ച് അവൻ നിദ്രയിലേക്ക് പോകും. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തു. സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമല്ല, അവനാണ് ജീവിതത്തെ, ദൗത്യത്തെ, രക്ഷാകര ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തെ നിശ്ചയിക്കുന്നതെന്നാണ്. ഇതൊരു ധൈര്യമുള്ള ക്രിസ്തുവാണ്. ഇത് നട്ടലോടുകൂടി നിൽക്കുന്ന ഒരു ക്രിസ്തുവാണ്. ശിരസുയർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നോക്കിക്കാണുന്ന ഒരു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും നടക്കുന്ന മനുഷ്യരുമാണ്. കാരണം മറ്റെല്ലായിടത്തും ഈ പാനമാത്രം കടന്നു പോകട്ടെ എന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ പരവേശത്തിലുള്ള ചെറിയ സങ്കടത്തിൻ്റെ ചാഞ്ചലുകളോ നമുക്കവിടെ കാണുവാനാവും. യോഹന്നാനിൽ എല്ലാം അവൻ പറയുന്നുണ്ട്, ഞാനാണ് ലോകത്തിൻ്റെ അധികാരിയെന്നും ഞാനാണ് മരണം നിശ്ചയിക്കുന്നതെന്നും ഞാൻ ഉറങ്ങുമ്പോൾ ലോകം അന്ധകാരത്തിലേക്ക് പോകുമെന്നും. പ്രിയമുള്ളവരെ, ഈശോയുടെ സന്നിധിയിൽ ഈ സന്തോഷത്തിൻ്റെ ബലിയർപ്പിക്കുമ്പോൾ, നിങ്ങളോടൊപ്പം ജീവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ
എൻ്റെ മനസ്സിൽ ഈ 2 ചിത്രങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന്, പ്രയോജനരഹിതനായ ദാസൻ. പൗരോഹിത്യത്തിലൂടെ പാപിയും ബലഹീനനുമായ എനിക്ക് തമ്പുരാൻ നൽകിയ അഭിഷേകത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം ഉപകരണമാക്കി ചെയ്ത പ്രവൃത്തികൾ, കടമകൾ മാത്രമേ ഈ ദേവാലയത്തിലും ഈ സമൂഹത്തിലും ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അതിന് നമ്മളെ ഒരുമിപ്പിച്ചതിനും ഒരവസരം നമുക്ക് നൽകിയതിനും ദൈവത്തിന് നന്ദി. 2, യോഹന്നാൻ്റെ ക്രിസ്തുവിനെ പോലെ സ്നേഹത്തോടു കൂടി, സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നതും ആ സുവിശേഷത്തിൽ തന്നെയാണ്. സ്നേഹത്തോടു കൂടി എങ്കിലും ഉറച്ച തീരുമാനങ്ങളോടുകൂടി, തമ്പുരാനിലുള്ള ആശ്രയത്വത്തോടു കൂടി, ശാന്തതയോടുകൂടി ജീവിക്കുവാൻ എന്നും മനസ്സിനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒന്നിലും പ്രകോപിക്കപ്പെടരുതെന്ന്, അകാരണമായ പ്രശ്നങ്ങളിലേക്ക് വന്ന് ചാടരുതെന്ന്, ഏതു നിമിഷവും പൊള്ളിപ്പോകാവുന്ന, കൈവിട്ടു പോകാവുന്ന വിഷയങ്ങളിൽ സംയമനം പാലിച്ചുകൊണ്ട് 10 അടി പുറകോട്ട് വെച്ചാലും 2 അടി മുന്നോട്ട് വയ്ക്കുവാനുള്ള വഴികൾ തേടണമെന്ന് നിരന്തരം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. തമ്പുരാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതൊക്കെ മുന്നോട്ട് നയിക്കുകയും വിശുദ്ധരുടെ മാധ്യസ്ഥം അതിന് തുണയാവുകയും ചെയ്തു. പിന്നീട് ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുണ്ട്, തനതായ ഒരു വരുമാനം സ്ഥിരമായി പറയുവാനില്ലാത്ത ഒരിടവക സമൂഹമാണ് നമ്മുടേത്. എങ്കിലും ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നൽകിയ ഓരോ പങ്കുവയ്പും ചെറുതല്ലായിരുന്നു, വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ആഗ്രഹിച്ചതൊക്കെയും നമുക്കൊരുമിച്ച് പൂർത്തീകരിക്കുന്നതിന് ദൈവം നമുക്ക് അവസരമൊരുക്കി തന്നു. ഏറ്റവും നന്ദിയോടുകൂടി അതിൽ പ്രത്യേകമായി ഇന്ന് ദിനം ഞാൻ ഓർക്കേണ്ടത് അജയ് അറക്കലച്ചനെയാണ്. അച്ഛൻ്റെ വലിയ സഹായം, നിരന്തരമായ പ്രാർത്ഥന, ഓരോ നിമിഷവുമുള്ള ഒരു പിതൃവാത്സല്യത്തോടു കൂടിയുള്ള ഒരു സന്ധിപ്പും സ്നേഹവും അതെപ്പോഴും വലിയ പ്രചോദനമായിരുന്നു. അച്ഛൻ്റെ വലിയ കാരുണ്യത്തോടു കൂടി ഈ 3 വർഷവും ഇടവകയെ സഹായിച്ചിട്ടുണ്ട്. വികാരി എന്ന രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് അജയച്ചനെ ഈ ദിനം പ്രത്യേക നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും, കുടുംബങ്ങൾ ഓരോരുത്തരെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മ ദൈവത്തെ ഓരോ ദിനവും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഓരോ പ്രാർത്ഥനയും തൃത്വൈക ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. തുടർന്നും തൃത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും സമൃദ്ധമായ അനുഗ്രഹവും നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ജീവിതങ്ങൾ അവിടത്തേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കട്ടെ. ആമേൻ.